ഹലോ, നമ്മൾ ഫെയർനെസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫെയർനെസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫോംസ് ഓഫ് അൺഫെയർനെസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് നോക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് അപ്രോച്ചസ് ജഡ്ജസ് ടു ബി റിലയബിൾ ആൻഡ് വാലിഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില അസസ്മെൻറ്റ് രീതികളുണ്ടാവും. അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡിറ്റേഷൻ വേർഡ്സ് ഇടും, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് വേർഡ്സ് കൊടുത്തിട്ട് നമ്മളത് വേർഡ് കണ്ടുപിടിക്കാൻ പറയും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിൽ ആ കുട്ടികൾക്ക് അതേ പാടുള്ളൂ എന്ന് നമ്മൾ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒറ്റ വാക്കിൻ്റെ ഉത്തരങ്ങളായിരിക്കും, പിന്നെ ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ്. ഇപ്പോൾ എസ്സേ ഒക്കെ അല്ലെങ്കിൽ പാരഗ്രാഫൊക്കെ എഴുതാൻ പഠിക്കുന്ന കുട്ടികളാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സ്കോപ്പുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഫെയർനെസ് അപ്രോച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അപ്രോച്ചസ് നമുക്ക് തരും. ഇപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെയാണ് നമുക്ക് പടം നേരിട്ട് വരയ്ക്കാൻ പറയും. ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പടം തന്നിട്ട് ലേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റിച്ച് ലേബിൾ തന്നിട്ട് അത് ശരിയാക്കി കണ്ടുപിടിക്കാനോ അങ്ങനെയൊക്കെ എല്ലായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ജസ്റ്റിഫൈ ഒരു ആൻസർ എന്നൊക്കെ പറയുന്നതൊക്കെ ചിലപ്പോൾ വലിയ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത്, അസസ്മെൻറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളത് നേരത്തെ അറിഞ്ഞിട്ട് അത് നേരത്തെ നമുക്ക് അതിനാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെയർനെസ് ഉറപ്പ് വരുത്താം. അതേപോലെ നമ്മൾ പറയുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പെർഫോമൻസ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് ഒക്കെ നമ്മൾ ഫ്രീ ഫ്രം ബയസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും പ്രീവിയസ് ഇയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ നോക്കുക. അതുപോലെ നമ്മുടെ മുമ്പിലുള്ള വളരെ ഡൈവേഴ്സ് നീഡ്സുള്ള കുട്ടികളുടെ പോപ്പുലേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് മെത്തേഡുകൾ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഫെയർനെസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ രീതിയിലാണ് ഫെയർനെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫെയർനെസ് ഉറപ്പുവരുത്തുന്നത്? ഒന്ന്, ഇക്വിറ്റി, അതായത് ഇമ്പാർഷ്യലായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ളൊരു സംഭവം. അതാണ് ഞാൻ പറഞ്ഞ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ആബ്സെൻ്റ് ആയിരുന്നെങ്കിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളവർ അവർക്ക് വായിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ നോട്ട് വായിച്ച് നോക്കി അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ച് നോക്കി അവർക്ക് ഏകദേശം ഉറപ്പായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറായി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അതുപോലെ ഡിഫറൻസ് ഇൻ കൾച്ചർ, എത്നിസിറ്റി, റേസ്, ലാംഗ്വേജ്, ജിയോഗ്രഫിക് റീജിയൻ ഓഫ് ഒറിജിൻ, ജെൻഡർ, ഡിസബിലിറ്റി, സെക്ഷലി ഓർ എക്കണോമിക് സ്റ്റാറ്റസ് ആർ കൺസേൺഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ എത്നിക് ഡിഫറൻസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ആ പടി ലാംഗ്വേജ് പ്രശ്നങ്ങൾ മാത്രം, അല്ലെങ്കിൽ കൊളോക്കിയൽ ലാംഗ്വേജസിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും നമ്മൾ അതിനൊക്കെ സെൻസിറ്റീവായിട്ടുള്ള കറക്റ്റ് ടേമുകൾ നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓൾ സ്റ്റുഡൻസ് ഹാവ് ആക്സസ് ആൻഡ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ വെറൈറ്റി ഓഫ് അസസ്മെൻറ്റ് അപ്രോച്ചസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൺലൈനിൽ ഒരു എക്സാം എഴുതാനുള്ള ടെക്നിക്കൽ നോളജ് വേണം, അതിനുള്ള വൈഫൈ സൗകര്യങ്ങൾ വേണം, അതിനുള്ള ഡിവൈസസ് വേണം. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷൻ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളോട് നേരെ പറയണം, നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുണ്ടാവും, നിങ്ങൾ ഗ്രാഫ് പേപ്പർ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടീച്ചർ ഗ്രാഫ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്സസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ടീച്ചർ അങ്ങനെ ഒരു പരീക്ഷ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുമല്ലോ, മാത്സിന് ജിയോമെട്രിയുടെ പരീക്ഷയാണെങ്കിൽ പറയും ജിയോമെട്രി ബോക്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവരണം. അപ്പോൾ പരീക്ഷ അതാണ് എന്ന് പറഞ്ഞാലും
അത് കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞ് അത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ആ പരീക്ഷ നടത്താനായിട്ട്. അല്ലെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള സംഭവമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ദെൻ അസസ്മെൻറ്റ് ഷുഡ് ബി മോർ റിലയബിൾ ആൻഡ് വാലിഡ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡിയാക്കുക. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള നോക്കി അതൊരു നമ്മൾ മോഡൽ ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോൺ ബൈസ്ഡ് അസസ്മെൻറ്റ്, അതായത് നമ്മൾ അസസ്മെൻറ്റ് ഒരിക്കലും ബൈസ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കരുത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when groups know approximately the same amount of material but one group scores consistently higher than the other groups, it may indicate a test bias. അതാണ് നമ്മൾ ഒരേപോലെ ഇപ്പം ഞാൻ ബൈസിൻ്റെ കേസിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ കാര്യം നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ 2 ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ ചിലപ്പോൾ കൂടുതൽ പോർഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൂടുതൽ നോട്ട്സോ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസോ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാവും. മറ്റേ കുട്ടികളെ നമ്മൾ ജസ്റ്റ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോർഷൻസ് ഒരേപോലെയാണ് പഠിപ്പിച്ച് തീർത്തെങ്കിൽ പോലും അവർക്ക് പരീക്ഷയ്ക്ക് ഒരു ബാച്ചിലെ കുട്ടികൾക്ക് വളരെ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ഹൈ എൻഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ നമുക്കത് ഒരിക്കലും ഒരു ഫെയർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസസ് കുറവാണെങ്കിൽ പോലും അതിനാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ ലെസൺ പ്ലാൻ എഴുതി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം സാധാരണ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുടെ 2 പേരുടെയും ലെസൺ പ്ലാൻ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഫാക്കൾട്ടി ഇവരുടെ 2 പേരുടെയും ഇത് നോക്കിയിട്ട് അതിലെവിടേക്കാണ് നമ്മൾ എക്സ്പ്ലനേഷൻസ് കൂട്ടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എവിടേക്കാണ് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഈ സീനിയർ ടീച്ചറിന് അറിയാൻ പറ്റും. അപ്പോൾ മറ്റേ ജൂനിയർ ടീച്ചറായിട്ട് അത് വന്ന് ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ പോർഷൻസും ഒക്കെ പഠിപ്പിക്കാനായിട്ട്. കാരണം എവിടെയാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ച് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന സാധനം പഠിച്ചോ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചോ എന്നൊക്കെ ഉള്ളൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അസസ്മെൻറ്റ് പോകുന്നതായിരിക്കും ഒരു നോൺ ബൈസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി അങ്ങനെ നടക്കാറുണ്ട്. കാരണം 2 ഡിവിഷനിൽ 2 ടീച്ചേഴ്സാണ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറെ പരീക്ഷ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ആ ടീച്ചർ ഇടുന്നത് മിക്കവാറും ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വായിച്ച് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് മറ്റേ ബാച്ചിൽ കിട്ടിക്കോളണമെന്നില്ല, അതോ അവരുടെ ടോപ്പിക്കൊക്കെ പഠിപ്പിച്ചിരുന്നിട്ടുണ്ടോ. അപ്പോൾ അത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്നിട്ട് നടത്തുന്ന പരീക്ഷയാണ് ശരിക്കും ഫെയർ അസസ്മെൻറ്റിൽ വരണത്. പിന്നെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ലാംഗ്വേജ് ഡോമിനൻസി ആൻഡ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഓഫ് സ്റ്റുഡൻസ് ഷുഡ് ബി കൺസിഡേർഡ്. ലാംഗ്വേജ് ഡോമിനൻസ് ഇൻഡിവിജ്വൽസ് പ്രിഫേർഡ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജിൽ എഴുതാനൊക്കെ നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ വരുന്നത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി, ലാംഗ്വേജ് ഡോമിനൻസി നമ്മൾ കൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോൾ 10 വരെ അല്ലെങ്കിൽ 12 വരെ മലയാളം പഠിച്ച കുട്ടിയാണെങ്കിലും ഡിഗ്രി PG ലെവലിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യണം. കാരണം വെച്ചാൽ ആ പ്രായത്തിൽ നമുക്കൊരു ഹൈ എൻഡിൽ ഇംഗ്ലീഷ് ഡോമിനൻസി വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണം എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു വേർഡായിരിക്കും ഉത്തരം, പിന്നെ 2 സെൻറ്റൻസ് ആവും, പിന്നെ ഒരു പാരഗ്രാഫ് ആവും, പിന്നെ എസ്സേ ആവും. അപ്പോൾ അങ്ങനെ ആ പ്രായത്തിലുള്ള ലാംഗ്വേജ് ഡോമിനൻസി അല്ലെങ്കിൽ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സചിത്ര വിവരണം എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി കൊടുക്കുക എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം എന്നാണ് നമ്മൾ ആദ്യം ആ വാക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഡയഗ്രാം ആണെന്ന്. പിന്നീട് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവർക്ക് ആ വാക്കിൻ്റെ മറ്റേ വാക്ക് വരുമ്പോൾ നമ്മൾ പറയും ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ എഴുതി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പം ആ ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പം ചെറിയ പ്രായത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അവരുടെ ലാംഗ്വേജ് ഫ്ലുവൻസി വെച്ചിട്ട് നോക്കിയിട്ട് വേണം, അവർക്ക് മനസ്സിലാവുന്ന വാക്കുകൾ നോക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയും ഒരു ഡയമെൻഷനാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു സാധനമാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ലെവൽ ഓഫ് എക്സ്പേർട്ട് ഇൻ എ ലാംഗ്വേജ്. അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ആദ്യമായിട്ട് ഹിന്ദി പഠിച്ചപ്പോൾ
ഹിന്ദിയുടെ പരീക്ഷ അല്ലെങ്കിൽ ആദ്യമായിട്ട് മലയാളം പഠിച്ചത്, ആദ്യമായിട്ട് മാത്സ് പഠിച്ചത്, അപ്പോൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന നമ്പേഴ്സൊക്കെ എത്രയാണെന്നറിയാം. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പേർട്ട്നെസ് ആ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലോ കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി അല്ലെങ്കിൽ ഫ്ലുവൻസി കൂട്ടാൻ പറ്റുള്ളൂ. Students may be bilingual or trilingual with different proficiency levels in speaking, reading and writing. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈലിംഗുവൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 3 ലാംഗ്വേജ് ഫോർമുലയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജും കൂടെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് 2 ലാംഗ്വേജിലും അല്ലെങ്കിൽ 3 ലാംഗ്വേജിലും, ഇപ്പോൾ നമുക്ക് ഉറുദു മീഡിയം ഉണ്ട്, തമിഴ് മീഡിയം ഉണ്ട്, കന്നഡ മീഡിയമൊക്കെ കേരളത്തിൽ തന്നെ വരാൻ കാരണം അവരുടെ ലോക്കൽ ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് അവർക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജിലും നമ്മൾ പഠിപ്പിക്കുകയും അങ്ങനെ ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ലാംഗ്വേജ് ഡൈവേഴ്സിറ്റീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്തു എന്ന് ആവുള്ളൂ. ടെസ്റ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയിലൊരു ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ലെവലിലേക്ക് വരുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിനും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു. പക്ഷേ താഴെ തട്ടിൽ നമ്മുടെ ബൈലിംഗ്വാലിറ്റി അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വാലിറ്റി ഉള്ളൊരു സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന മീഡിയം പഠിക്കണം അല്ലെങ്കിൽ ഇന്ന മീഡിയത്തിൽ തന്നെ ഉത്തരം എഴുതണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് സ്പെസിഫൈഡ് ആയിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതണം, അല്ലെങ്കിൽ തമിഴ് മീഡിയം ആണെങ്കിൽ തമിഴ് മീഡിയത്തിൽ എഴുതാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കണം. വെൻ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് ലാംഗ്വേജ് ഡൈവേഴ്സ് സ്റ്റുഡൻസ്, ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഇപ്പോൾ നമുക്കറിയാം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ കൊടുക്കണമെങ്കിലും ആ ക്വസ്റ്റ്യൻ വായിച്ചൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കണമെങ്കിലും 2-3 ക്ലാസ് വരെയൊക്കെ ടീച്ചർമാരത് മലയാളത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. വൈൽ ട്രാൻസ്ലേറ്റിംഗ് ദി ടെസ്റ്റ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ഇപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ തയ്യാറാക്കുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും തയ്യാറാക്കുക, മലയാളം മീഡിയത്തിലാണെങ്കിൽ അതേ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരിക്കും തയ്യാറാക്കുക, തമിഴ് മീഡിയം ആണെങ്കിൽ തമിഴിലായിരിക്കും തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ പല രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ റിലയബിലിറ്റി വാലിഡിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചേക്കണത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്യണം. പക്ഷേ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റീനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി ലാംഗ്വേജസിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോഴാണ് അതൊരു ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയിൽ ഫെയർനെസ് വന്നു എന്ന് ഉറപ്പ് വരുത്തുള്ളൂ. പിന്നുള്ളൊരു ഏരിയയാണ് അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ഇപ്പോൾ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടി അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടി, ഇവർക്കൊക്കെ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് പല ഡൈവേഴ്സ് നീഡ്സ് ഉള്ള കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറ്റുന്നതോടൊപ്പം തന്നെ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസും മാറ്റേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു ഫെയർനെസ്സിൻ്റെ ഒരു ഡയമെൻഷനാണ്. അഡാപ്റ്റേഷൻ ഓർ ചേഞ്ചസ് ഇൻ ടെസ്റ്റ് ഫോർമാറ്റ്, റെസ്പോൺസ്, സെറ്റിംഗ്, ടൈമിംഗ് ഓർ ഷെഡ്യൂളിംഗ്, അതൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കറിയാം റൈറ്റിംഗ് അല്ലെങ്കിൽ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ചറായിട്ട് കുട്ടികൾക്ക് സ്ക്രൈബിനെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ടൈം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് പകരമുള്ള വേറെ എന്തെങ്കിലും വർക്കുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ റെഗുലർ കോളേജുകളിൽ പഠിക്കുമ്പോൾ അസൈൻമെൻറ്റൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻ്റേണൽ എക്സാമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റേണൽ മാർക്ക് ഇടും, പിന്നെ എക്സ്റ്റേണൽ മാർക്ക് ഇടും. അതേസമയം പ്രൈവറ്റ് ആയിട്ട് ആ കോഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ അവർക്ക് ഇൻ്റേണൽ ഇടാനായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ ഒരു ടീച്ചറില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ആ പരീക്ഷയുടെ ഒപ്പം തന്നെ ഇപ്പോൾ 20 മാർക്കാണ് നമ്മൾ ഇൻ്റേണൽ. അപ്പോൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് 80 മാർക്കിൻ്റെ എക്സ്റ്റേണലും 20 മാർക്കിൻ്റെ ഇൻ്റേണലും ആണെങ്കിൽ സെയിം കോഴ്സ് വേറൊരു കുട്ടി പ്രൈവറ്റായിട്ടാണ് പഠിക്കണമെങ്കിൽ 80 മാർക്ക് ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ ക്വസ്റ്റ്യൻ തിയറി ചെയ്തിരിക്കണം. മറ്റേ 20 മാർക്ക് ആ സമയത്ത് തന്നെ ഒരു MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഒരു 20 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിലെ മാർക്ക് ഇൻ്റേണലാക്കി ഇടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണം. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ആ കുട്ടിക്ക് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ ആ കുട്ടി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവരുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ചില സെറ്റിങ്സൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മോഡിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവർക്ക് അസൈൻമെൻ്റ് ഒന്നും വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻ്റേണൽ എക്സാംസ് ഒന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക്
ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇൻ്റേണൽ ഇട്ട് പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യാം. Even with this, some students are unable to participate in large scale assessment. For such cases, alternate assessment should be provided. ഇപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താൽ പോലും ചിലർക്ക് ഒരു ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈൻ എക്സാംസ് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പുറത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓഫ് ക്യാമ്പസുകൾ നടത്തുന്നുണ്ട്. ഓഫ് ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ വെച്ചിട്ട് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ നീഡ് അനുസരിച്ച് അവർക്ക് അവിടെ പോയി പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിൽ പോയിട്ട് നമുക്ക് നമ്മുടെ അസസ്മെൻറ്റുകൾ നടത്താം. അവിടെ നമുക്ക് വേണ്ടുന്ന ഇവാലുവേഷൻസ് നമ്മൾ നടത്തുന്നു. പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ അതായത് കോളേജിലുള്ള ടീച്ചേഴ്സ് അസസ് ചെയ്യുന്നതിനെ ഓടൊപ്പം തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് അസസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ അസസ് ചെയ്യാൻ പറ്റുന്നത് സ്കൂൾ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ ടീച്ചേഴ്സാണ് സ്കൂളുകളിൽ. അപ്പോൾ അവർക്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അസസ്മെൻറ്റിൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റി അവർക്കും കൂടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്താറുണ്ട്. ഓൾട്ടർനേറ്റ് അസസ്മെൻറ്റ് ഷുഡ് അലൈൻ വിത്ത് സെയിം കരിക്കുലം സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പക്ഷേ അങ്ങനെ ഓൾട്ടർനേറ്റ് അസസ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അവർക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളത് കോളേജിൽ നിന്ന് നമ്മുടെ സിലബസ് പ്രകാരം ഒരു ഗൈഡ് ലൈൻ നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ആ സ്കൂളിലെ ടീച്ചേഴ്സ് നമുക്ക് നിങ്ങൾ അസസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്ക് തോന്നിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് തോന്നിയ രീതിയിലും ചെയ്യാൻ പറ്റില്ല. സിലബസ് അനുസരിച്ച് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യത്തിന് നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കി ഓൾട്ടർനേറ്റ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അവർ നിങ്ങളെ അസസ് ചെയ്ത് തിരിച്ചു തരുന്നു. അതാണ് അവിടെ നടക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ എഡ്യൂക്കേഷൻ ഏജൻസീസ് മസ്റ്റ് ഡെവലപ്പ് ഗൈഡ് ലൈൻസ് ഫോർ ഓൾട്ടർനേറ്റ് അസസ്മെൻറ്റ്സ് ത്രൂ അപ്രോപ്രിയേറ്റ് ലോസ്. അപ്പോൾ അതിനാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇത്ര മാർക്ക് ടീച്ചിങ് പ്രാക്ടീസിനുണ്ട്, അല്ലെങ്കിൽ ഇത്ര മാർക്ക് ഡ്രാമ ചെയ്യുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതിൻ്റെ ഒരു, അല്ലെങ്കിൽ EPCക്ക് ഇത്ര വർക്കുണ്ട്, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ചിന് ഇത്ര വർക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തരുന്നത്, അത് നമ്മുടെ ഒരു ലോ അനുസരിച്ച് ഇത്ര മാർക്ക് മതി എന്ന് വെച്ചാൽ കൂടുതൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ലോ സിസ്റ്റം ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഫോർ സ്റ്റുഡൻസ്, ഡിസബിലിറ്റീസ് മാത്രമല്ല ഡിഫറെൻറ്റ് നീഡ്സ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അസസ്മെൻറ്റിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അതായത് ഏത് പ്രായത്തിലും നമുക്ക് ഡിഗ്രി പാസ്സാകാം എന്നുള്ളൊരിതുണ്ട്. അതേസമയം 16 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് വരെയാണ് നമുക്ക് SLC പാസ്സാവാൻ നോർമൽ കേസിൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഓപ്പൺ ലെവലിൽ പോകും. അപ്പോൾ അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് 10ാം ക്ലാസ് പാസ്സാവുന്ന അത്രയും സമയം വേണ്ട ഈ സാക്ഷരതാ പ്രോസസ്സ് വഴി നമുക്ക് 10ാം ക്ലാസ് പാസ്സാവാനായിട്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോ സ്പെഷ്യൽ ലോസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്റ്റുകൾ വെച്ചിട്ടാണ് അങ്ങനെ പല ടൈം ഫ്രെയിം എടുത്ത് നമുക്ക് ഓരോ കോഴ്സസ് പാസ്സാകാം എന്നുള്ള ഇതുണ്ടാവുന്നത്. അത് സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ നാഷണൽ പോളിസി വെച്ചിട്ട് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് അസസ്മെൻറ്റിനോ നമ്മൾ ശ്രദ്ധിച്ച് പോകുന്നത്. ഇനി 5ാമത്തെയാണ് സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സ് പോപ്പുലേഷൻസ്. Students must be given equal opportunity to demonstrate learning regardless of culture, gender, race, socio-economic or status or disability. നമ്മൾ പറഞ്ഞാണ്. അതുപോലെ കൺസിഡറേഷൻ ഓഫ് കണ്ടംപററി വ്യൂസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആപ്റ്റിറ്റ്യൂഡ്, കൊഗ്നീഷൻ, ലേണിംഗ്, ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി, അതും നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക, കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് പല്ലടിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഇറങ്ങിപ്പോരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടുതൽ സൈക്കോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ആൻസൈറ്റി അങ്ങനെ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കുന്നത് നല്ലതാണെന്നും, അങ്ങനെയുള്ളവർക്ക് അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ അവർക്ക് ഒരു ഒന്ന് റിലാക്സ് ചെയ്ത് എഴുതാൻ പറ്റും, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊടുത്ത് അങ്ങനെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അസസ്മെൻറ്റ് സ്ട്രാറ്റജീനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര മണിക്കൂറിൻ്റെ പരീക്ഷ, ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും, വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ആയിരിക്കും. പിന്നെ
നമ്മുടെ അസസ്മെൻറ്റിൻ്റെ രീതി അനുസരിച്ച് ഇപ്പോൾ തിയറി പേപ്പറൊക്കെ ഒരു 3 മണിക്കൂറുള്ളിൽ നമുക്ക് ആർക്കും എഴുതാൻ പറ്റില്ല. അതേസമയം ഒരു പ്രാക്ടിക്കലാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫുൾ ഡേ, ഒരു 6 hours 5 hours ഒക്കെ നമുക്ക് പ്രാക്ടിക്കൽസ് വെക്കാറുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഗ്നീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് മാറി ഇരിക്കുന്നുണ്ടാവുക. പിന്നെ വൈവ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ്. അതിൻ്റെ അകത്ത് തിയറി മാത്രമല്ല, നമ്മളെങ്ങനെ നമുക്ക് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ ഗ്രൂപ്പ് വൈവ് നടത്തുന്നവരുണ്ടാവും. ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിംഗ് ഇല്ലാത്ത പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇത്ര ബെഞ്ചാൽ അല്ലെങ്കിൽ ഈ സൈഡിലെ റോക്കാർ ഉത്തരം പറയണം, ആ സൈഡിലെ റോക്കാർ ഉത്തരം പറയണം എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഗ്രൂപ്പ് ലെവലിൽ ചിന്തിച്ച് പറയാൻ പറ്റുന്ന ഒരു ആ പ്രായമുള്ള കാലത്ത് നമ്മൾ അങ്ങനെയാണ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം വലിയ അല്ലെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആക്കിയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിംഗിൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് അസസ്മെൻറ്റുകൾ മാറ്റി വയ്ക്കാം. എക്സാമിനർ ക്യാൻ ഇൻഡിവിജ്വലൈസ് ദ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് തന്നെ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിച്ച അടുത്ത ക്ലാസ്സിൽ അസസ് ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ടേബിൾ പഠിക്കുന്നവരെ ഇങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ്ടാവും. അല്ലെങ്കിൽ എന്താ വലിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലും ഉണ്ടാവില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച. കാരണം ആ പ്രായത്തിലേക്ക് അവരുടെ കൊഗ്നീഷനും അവരുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അസസ്മെൻറ്റുകൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. പിന്നെ അവൈലബിലിറ്റി ആൻഡ് യൂസ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി. ഈ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലേണിംഗ് നീഡ്സ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അസിസ്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് സെർബ്രൽ പാൾസിയുള്ള കുട്ടികൾക്ക് പൊതുവേ റിട്ടൺ എക്സാമിനേഷൻസ് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ വോയിസ് റെക്കഗ്നീഷൻ എടുത്ത് ടൈപ്ഡ് ആയിട്ട് വരുന്ന ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വൈവ നടത്തുമ്പോൾ അതനുസരിച്ചുള്ളൊരു ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് പരീക്ഷ നടത്താം. അല്ലെങ്കിൽ സ്ക്രൈബുകൾ വെച്ചിട്ട് ഇപ്പോൾ വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ നടത്താം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അസിസ്റ്റീവ് ടെക്നോളജീസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കേസിൽ ഇതൊന്നും പറ്റില്ലായിരുന്നു. പണ്ടത്തെ കേസിൽ നമ്മൾ എഴുതി തീർത്തന്നെ പറ്റുള്ളൂ. ഒരു എഴുതാൻ പറ്റാത്തവർ തോറ്റു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ റെഗുലർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ടെക്നോളജീസ് അസിസ്റ്റൻസൊക്കെ കൊടുത്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫെയർനെസ് കൊണ്ടുവരാൻ പറ്റും. അടുത്ത കൺസിഡറേഷൻ ഓഫ് പോസിബിൾ അഡ്വേഴ്സ് കോൺസിക്വൻസസ്. Students' performance may go down due to the lack of background experiences with certain methods of assessment. ഇപ്പോൾ നമ്മളിനി എന്തൊക്കെ ചെയ്താലും ചില കേസിൽ അവർക്ക് അതിനുള്ള പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പ്രശ്നമാവാനായിട്ട് ചാൻസ് ഉണ്ട്. Teachers should encourage such students by providing more learning opportunities for students rather than limiting their educational horizons. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ +1 നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് എക്സാം വന്നു കഴിയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുക, മോക്ക് എക്സാംസ് നടത്തും. അപ്പോൾ മോക്ക് എക്സാംസ് നടത്തുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സിറ്റുവേഷൻസിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സായിരിക്കും എക്സാമിനറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഫുൾ നിന്ന് ആ ക്വസ്റ്റിൻ്റെ പ്രാക്ടീസ് മുഴുവൻ ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ആണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള എക്സാംസിന് കുട്ടികളെ തയ്യാറാക്കുന്നത്. അപ്പോൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അപ്പോൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ
മാറിപ്പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ എക്സാമൊക്കെ അതേ സ്കൂളിൽ തന്നെ നടത്തണം, അല്ലെങ്കിൽ അഫിലിയേറ്റഡ് സ്കൂൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ അതിന് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ഥലം മാറുന്നു വരെ അല്ലെങ്കിൽ ദൂരം പോകുന്ന വരെ ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ നമുക്കത് അത്ര പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് അവരുടെ എൻവയോൺമെൻറ്റ് മാറുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു ഫെയർനെസ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ലെവലിലൊക്കെയാണ് നമ്മൾ ഫെയർനെസ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഇതിലെന്തൊക്കെ വഴികളുണ്ട്? വേസ് ആൻഡ് മീൻസ് ഓഫ് എൻഷുറിങ് ഫെയർനെസ് ആണ്. വെറൈറ്റി ഓഫ് അസസ്മെൻറ്റ് മെത്തേഡ്സ് ടു ബി മെയിൻറ്റെയിൻ ടു ഗീവ് ഓൾ സ്റ്റുഡൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സൽ. അപ്പോൾ ഫസ്റ്റ് തിങ്, കുട്ടികളുടെ അവസ്ഥ അനുസരിച്ച് വെറൈറ്റി ആയിട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ഉണ്ടാവും, മോഡൽ ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ തന്നെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. പല രീതിയിലാണ് കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു ടോപ്പിക്ക് തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റിട്ടേൺ എക്സാമിനേഷൻസ് ഉണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, പ്രോജക്ട്സ് ഉണ്ടാവും, സെമിനാർസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്വിസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് ഏത് തരത്തിലാണോ ഒരു കുട്ടിയുടെ പഠനം പ്രകടമാക്കാൻ ശ്രമിക്കുന്നത് അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഫെയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സെറ്റിംഗ് ഓൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ് ഫോർ സ്റ്റുഡൻസ് ഹു ആർ ഡിസഡ്വാൻറ്റേജ്ഡ്. പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസേബിലിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു ടെക്നിക്സ് ഉപയോഗിക്കുക. അത് അവർക്ക് അത് പറ്റുമെന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യല്ല, അവരുടെ സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിച്ചിട്ടോ ആർ യു കംഫർട്ടബിൾ വിത്ത് ദിസ് എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ട് വേണം ചെയ്യണം. അത് നമുക്കും മനസ്സിലാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വിഷ്വലി ചലഞ്ചറായിട്ടുള്ള കുട്ടികൾക്ക് ബ്രെയിലി വെച്ചിട്ട് എഴുതാം. അപ്പോൾ അവർക്കത് എളുപ്പമായിരിക്കും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിലി അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകിൽ അത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു ബ്രെയിലി പറയുന്ന ഒരാളുടെ സഹായത്തോടെ നമ്മളത് സ്കോർ ചെയ്യാനായിട്ട് നമ്മളിതിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നമുക്ക് കൊടുക്കാം. എൻഷുറിങ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് പർട്ടിക്കുലർ ഹാൻഡിക്യാപ്സ്. പറഞ്ഞ അസിസ്റ്റീവ് ടെക്നോളജീസ് ഉണ്ട് നമുക്ക് ഉറപ്പ് വരുത്താം, അല്ലെങ്കിൽ അത് മാക്സിമം കുട്ടികൾക്ക് അവെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാം. പ്രൊവൈഡിങ് ടാസ്ക് ദാറ്റ് ക്യാൻ കംപ്ലീറ്റ് ബൈ ഓൾ സ്റ്റുഡൻസ് വാട്ട് എവർ ബി ദെയർ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു പേപ്പർ കളക്ഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരാകും, ചിലരുടെ വീട്ടിൽ പേപ്പർ പോലും വരത്തുന്നുണ്ടാവില്ല, അപ്പുറത്തെ വീട്ടിലായിരിക്കും പേപ്പർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ടാസ്കിനും എന്ത് റിസോഴ്സസാണ് കുട്ടികൾക്ക് വേണ്ടത്, അപ്പോൾ അതിനുള്ളൊരു ആമ്പിൾ ടൈം ഫോർ കംപ്ലീഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു അസസ്മെൻറ്റ് നടത്താനായിട്ട്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം വെറുതെ ഒരു ബുക്കിൽ നിന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ സമയം കൊടുക്കും. കാരണം അവർ എഴുതി ഒന്ന് ശീലമാവാനായിട്ടുള്ളൊരു ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സമയമൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളൊരു ടാസ്ക്കും അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റും നമ്മൾ റെഡിയാക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ കീപ്പിംഗ് ടു ദ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആൻഡ് ജസ്റ്റിഫൈങ് ഡിസിഷൻസ് ബൈ റെഫറിങ് ഓൾ സ്റ്റുഡൻസ് ടു ദിസ്. നമ്മളെങ്ങനെയാണ് മാർക്കിടാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാവരെയും അറിയിച്ചിട്ടും ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ അസസ്മെൻറ്റ് തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, മാർക്ക് എവിടെയൊക്കെ പോകാനാണ് ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് മാർക്ക് കൂടുതൽ തന്നെ എന്നൊക്കെയുള്ള നേരത്തെ ഒരു ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതെല്ലാവരും കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ആ പരീക്ഷ നടത്താനായിട്ട്. യൂസിങ് പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ഡബിൾ മാർക്കിംഗ് ഓർ ആൻ അപ്പീൽ പ്രോസസ് വേറെ ഓർ അപ്രോപ്രിയേറ്റ്. ഇപ്പോൾ ഇൻ്റർണൽ മാർക്കിംഗ് ഗ്രീവൻസിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഡബിൾ ചെക്കിങ് നടത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതായത് ഇപ്പോൾ ടീച്ചർ മാർക്കിട്ട് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് കുട്ടികളോടും കൂടെ ഒന്ന് അതായത് അപ്പുറം ആരോടെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് കൊടുക്കാൻ പറയുക. അപ്പോൾ അതൊക്കെയും ഫെയർനെസ് സൂക്ഷിക്കുന്നൊരു കാര്യമാണ്. അസസ്മെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഷുഡ് നോട്ട് അഡ്വാൻറ്റേജ് എനി വൺ സ്റ്റുഡൻറ്റ് ഓവർ അനദർ. ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിൽ കുറേ ദിവസം ആബ്സെൻ്റ് ആയിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം വരുമ്പോൾ പരീക്ഷ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടീനെ സംബന്ധിച്ചൊരു ഡിസഡ്വാൻറ്റേജും വരുന്ന കുട്ടികളെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തുക. എല്ലാവർക്കും പ്രോപ്പർ ടൈം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പരീക്ഷ നടത്താൻ. ഈക്വൽ അസസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പടം വരയ്ക്കാൻ പറ്റാത്ത കുട്ടിക്ക് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം, പക്ഷെ അതിനും ഒരേ മാർക്ക് തന്നെ കൊടുക്കണം.
അത് എഴുതിയില്ലാന്ന് വെച്ചിട്ട് മാർക്ക് കളയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 5 മാർക്ക് ഇനി ഒരു ഗ്രാഫ് അനാലിസിസ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗ്രാഫ് അല്ലാതെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊടുക്കാം അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന് 5 മാർക്ക് തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു ഫെയർ അസസ്മെൻറ്റ് രീതിയല്ലല്ലോ. ദെൻ ഇൻ സെറ്റിംഗ് അസൈൻമെൻറ്റ്സ് ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി കൺസിഡേർഡ്. അതായത് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ചിലർക്ക് അതിനകത്ത് എക്സ്പ്ലനേഷൻസ് ആയിരിക്കും നല്ലത്, ചിലർക്ക് അതിൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ എന്താ പറയുക ഡയഗ്രാംസ് ആയിരിക്കും നല്ലത്, ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഏതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടോ അവർക്കൊക്കെ അവരെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് വേയ്സ് ഓഫ് ഡൂയിങ് ദാറ്റ് ടാസ്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ എന്തെങ്കിലും ആർട്ടിക്കിൾ എടുത്ത് എഴുതാം. അപ്പോൾ അതങ്ങനെ നോക്കി എഴുതുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇനി അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്ടിക്കിൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് അത് അതിൻ്റെ എന്താ പറയുക അപ്ലൈ ചെയ്ത് വന്നിരുന്ന എന്തെങ്കിലും ലോയൊക്കെ ഉണ്ടാവുമല്ലോ അതെന്താണ് എന്നുള്ളത് പറയുന്ന വേറൊരു ടാസ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ എടുത്തെഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസ് അങ്ങനെ തന്നെ കോപ്പിടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ആ ഇതിനുള്ളിലോ ഈ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ പല ലെവലിലെ കുട്ടികൾക്ക് അത് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടാസ്ക് അല്ലെങ്കിൽ ടാസ്ക് അസൈൻമെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫെയർനെസ് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോർമലി ഇതെന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ സ്പെസിഫിക് ആണ്. നോർമലി ചെയ്യുന്നത് യൂസ് എ വെറൈറ്റി ഓഫ് അസസ്മെൻറ്റ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് പറഞ്ഞല്ലോ. വരയ്ക്കാൻ ഒരു ടോപ്പിക്ക് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാം, വിഷ്വൽ കൊടുക്കാം, ഇതിൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അവോയ്ഡ് യൂസ് ഓഫ് എനി സിംഗിൾ മെഷർ ഓർ അസസ്മെൻറ്റ് ഫോർ ഡിറ്റർമിനിങ് ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഇപ്പോൾ നമ്മളിപ്പോൾ 8ലെ മാത്സ് പഠിപ്പിക്കുമ്പോൾ അത് നോക്കാനായിട്ട് വെറുതെ ഒരു ടെസ്റ്റ് മാത്രമല്ല നടത്തുന്നത്. ഇപ്പോൾ CCE അത് ആ ഒരു ബേസിസിലാണ് വന്നത്. അതായത് മാത്സിൽ തന്നെ സെമിനാർ ഉണ്ടാവും, അസൈൻമെൻറ്റ് ഉണ്ടാവും, പ്രൊജക്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി രീതിയിൽ അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് ആ കുട്ടിയുടെ മാത്സിൻ്റെ മാർക്ക് മൊത്തം നമ്മൾ ഓൾ ടുഗദർ അവസാനം പറയുക. യൂസ് ടെക്നിക്കലി സൗണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നമ്മൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് അവർക്ക് നല്ലതാണ്, ടെക്നിക്കലി സൗണ്ട് ഫോർ ദം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് SCERT അല്ലെങ്കിൽ NCERT പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറ്റുന്നു എന്ന് സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റൈലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ട് ആൻഡ് അഡ്മിനിസ്റ്റർ അസസ്മെൻറ്റ് മെറ്റീരിയൽസ് സോ ആസ് നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ് എ റേഷ്യൽ ഓർ കൾച്ചറൽ ബേസിസ്. ഇപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസിലുണ്ടാകുന്ന ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലുണ്ടാകുന്ന പേരുകളുടെ വ്യത്യാസത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കൈവെട്ടൂസ് ജോസഫ് സാറിൻ്റെയൊക്കെ. അപ്പോൾ അതിലൊക്കെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ കണ്ടുകൊണ്ടൊക്കെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മളതൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഫ്രെയിം ചെയ്യുമ്പോൾ, ഓരോ വാക്കും ഫ്രെയിം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ യാതൊരു ഡിസ്ക്രിമിനേഷൻസും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക മനഃപൂർവ്വം ചെയ്യണമായിരിക്കില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കൾച്ചർ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് നമ്മുടെ കുട്ടികളെ അറിയാം, നമ്മുടെ കുട്ടികളുടെ ലൊക്കാലിറ്റി അറിയാം, അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അറിയാം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനും സെറ്റ് ചെയ്യാനും. സെലക്ട് അസസ്മെൻറ്റ് മെറ്റീരിയൽസ് ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ആൻഡ് ഫോം. ഈ പറഞ്ഞ പോലെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. അതുപോലെ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ essay ഒക്കെ എഴുതാൻ പറ്റിയ ഇപ്പോൾ essay തന്നെയാണെങ്കിലും ചെറിയ ക്ലാസ്സിലേക്ക് essay വരുന്നത് 5 മാർക്കിൻ്റെയൊക്കെ ആയിരിക്കും, ചെറിയ ക്ലാസ്സിലായിരിക്കും 10, 15, 20 മാർക്കിൻ്റെയൊക്കെ essay വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ലെവലനുസരിച്ച് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റൈലും ഫോമാറ്റൊക്കെ മാറ്റാൻ പറ്റും. യൂസ് അസസ്മെൻറ്റ് വിച്ച് ആർ വാലിഡ് ആൻഡ് റിലയബിൾ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ പ്രായത്തിൽ പറ്റുന്ന കുട്ടികൾക്ക് അത് നല്ലതാണോ എന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പേർട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റാനായിട്ട്. പ്രൊവൈഡ് അസസ്മെൻറ്റ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഡയറക്ട്ലി അസസ് ടീച്ചേഴ്സ് ഇൻ ഡിറ്റർമിനിങ് ദ എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് ദ ചൈൽഡ്. അതായത് എന്താണോ കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ വളരെ സിമ്പിൾ അസസ്മെൻറ്റ് രീതികൾ വേണം നമുക്ക് എടുക്കാൻ. ഒത്തിരി വളഞ്ഞു കിട്ടിയിട്ടുള്ളൊരു അസസ്മെൻറ്റ് രീതികൾ അത്ര നല്ലതല്ല. വളരെ ഡയറക്റ്റായിട്ട് എന്താണോ ടീച്ചർക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന
സോറി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്ന അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. അതേസമയം 8ാം ക്ലാസ്സിലൊരു കുട്ടിയുടെ 10ാം ക്ലാസ്സിലൊരു കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇടുക എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണോ ആ ഒരു പ്രായം അല്ലെങ്കിൽ എന്താണോ നമ്മൾ എന്താ പറയുക കുട്ടിയുടെ നീഡ് അതിനനുസരിച്ചുള്ള അസസ്മെൻറ്റുകൾ നടത്തുന്നതാണ് നല്ലത്. എൻഷുർ ദാറ്റ് അസസ്മെൻറ്റ് ആർ അഡ്മിനിസ്ട്രേറ്റ് ബൈ ട്രെയിൻഡ് ആൻഡ് നോളജിബിൾ പേഴ്സൺ. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വെറുതെ കൊടുത്തു കഴിയുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. കാരണം അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ഉത്തരം പറയാനോ അല്ലെങ്കിൽ അവരുടെ എല്ലാ കറക്ഷൻസിനും ക്ലാരിഫിക്കേഷൻസിനും നമ്മൾ എന്താ പേപ്പർ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതിനേക്കാളും അതും കൊടുക്കാം. അല്ല, പരീക്ഷ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ അത്രയും നമ്മൾ എന്ത് അസസ്മെൻറ്റ് നടത്തിയാലും ആ അസസ്മെൻറ്റിൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫുൾ ആൻസേഴ്സ് ആൻഡ് ഫുൾ കോൺസിക്വൻസസ് അറിഞ്ഞിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തോന്നും ഓപ്പൺ ബുക്ക് എക്സാം സുഖമല്ലേ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കൊടുത്താൽ മതി, ഏതെങ്കിലും ടെക്സ്റ്റ് കുട്ടികൾ നോക്കി എഴുതിക്കോളും. പക്ഷേ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിൽ ഉദ്ദേശിക്കുന്നത് അതല്ല. അവരെടുക്കുന്ന ഏതൊരു ടെക്സ്റ്റിലും ഡയറക്റ്റായിട്ട് എൻ്റെ ആൻസർ ഉണ്ടാകാൻ പാടില്ല. അത്രയും ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്പൺ ബുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സാധാരണ നോർമലി നടത്തുന്ന ഒരു പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാവരും എഴുതി പാസ്സാവും. കാരണം എന്ന് വെച്ചാൽ കുറേ ടെക്സ്റ്റ് നമുക്ക് കൊണ്ടുവരാമല്ലോ, ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ഓപ്പൺ ബുക്കിന് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ നമുക്കതിൽ നിന്ന് നോക്കി എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പിരിറ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മളൊരു എക്സാം നടത്തുമ്പോൾ അതെന്താണ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വളരെ നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നടത്തി പോവുക. അപ്പോഴാണ് അതൊരു ഫെയർനെസ് ആവുള്ളൂ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.